രാജ്യത്ത് ഒരാഴ്ചക്കിടെ ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോൾ ലിറ്ററിന് 86 പൈസയും ഡീസൽ ലിറ്ററിന് 83 പൈസയുമാണ് കൂട്ടിയത്. ഇതൊരു തുടക്കം മാത്രമാണെന്നും കോൺഗ്രസ് വിമർശിക്കുന്നുണ്ട്. മറുഭാഗത്ത് തീരുമാനം ആശങ്കപ്പെടുത്തുന്നതെന്ന് ജനങ്ങൾ പ്രതികരിച്ചു. ഇന്ധന വില വർധനയിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് വ്യാഴാഴ്ച മുതൽ പണിമുടക്ക് നടത്തും. ഓട്ടോ ടാക്സി നിരക്ക് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഈ പണിമുടക്ക്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വിജിയാണ് ചേരുന്നത്. വിനീത, ഗുഡ് ഈവനിംഗ്. അപ്പോൾ ഈ ഇന്ധന വിലക്കയറ്റം എന്ന് പറയുന്നത് മറ്റെല്ലാ വിലക്കയറ്റങ്ങളുടെയും ഒരു മാതാവെന്നാണ് വിളിക്കപ്പെടുന്നത്. ഇനി ബാക്കി എല്ലാ വസ്തുക്കൾക്കും വില കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. 5 രൂപ 85 പൈസ ഒരു ലിറ്ററിന് കൂടുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഒരു ഇൻഫ്ലേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന്, ഈ ഓട്ടോറിക്ഷ ഉടമകളുടെ ഭാഗത്തു നിന്ന്, ടാക്സി ഉടമകളുടെ ഭാഗത്തു നിന്നൊക്കെ പ്രതിഷേധവും വരുന്നുണ്ടല്ലോ. തീർച്ചയായും ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണുള്ളത്. ഞാൻ ഇപ്പോഴും ഉള്ളതൊരു പെട്രോൾ പമ്പിൽ തന്നെയാണ്. നമുക്ക് ആളുകളൊക്കെ ഇവിടെ വന്ന് അവർ പെട്രോളൊക്കെ അടിച്ച് മടങ്ങുന്നുണ്ട്. പക്ഷേ ഇവർ പറയുന്നത് വരുന്ന ആളുകളൊക്കെ അവരുടെ വലിയ പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു എന്നുള്ളതാണ്. അവർ നമുക്കിപ്പോൾ कुछ नहीं इनसे पूछो ठीक है मैम बजट और क्या नहीं कोई प्रॉब्लम नहीं है पेट्रोल में नहीं അവരത് ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പെട്രോൾ അടിക്കാനായിട്ട് എത്തിയ ആളുകളാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇന്നും ഈ വിലവർധനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 3 രൂപ കൂടിയത്. അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ചെറിയ തോതിലാണെങ്കിൽ പോലും ഒരു വിലവർധനവിലേക്കടക്കം കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിലെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ അവർ ഒരു വിഭാഗം ഡ്രൈവർമാർ അവർ സമരത്തിലേക്കടക്കം പണിമുടക്കിലേക്കടക്കം നീങ്ങുന്നുവെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അതിൽ വ്യാഴാഴ്ച മുതൽ 3 ദിവസത്തേക്കാണ് അവരുടെ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഓട്ടോ ടാക്സി മിനിമം നിരക്ക് വർദ്ധിപ്പിക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായി ഒരു നിശ്ചിത നിരക്കിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതേസമയം ഈ ഇന്ധന വിലവർധനവിലേക്കടക്കം കാര്യങ്ങൾ എത്തുമ്പോൾ സാധാരണക്കാരായ അവരെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ പ്രതിസന്ധിയിലേക്കൊക്കെ പോകും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വ്യാഴാഴ്ച മുതൽ 3 ദിവസത്തേക്ക് അവർ പണിമുടക്കിലേക്ക് പോകുമെന്നും അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ഈ നിൽക്കുന്ന പെട്രോൾ പമ്പിൽ രാവിലെയൊക്കെ വലിയ തിരക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആളുകൾ വന്ന് അവർ അടിച്ചു പോകുന്നുണ്ട്. പക്ഷെ വലിയ രീതിയിൽ അവരെ ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. 83-86 പൈസ എന്ന നിരക്കിലാണ് ഇന്ന് ആ വിലവർധനം ഉണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.